അപ്പോൾ മക്കളെ, വിരാട് കോഹ്ലി, കിങ് കോഹ്ലിക്കെതിരെ മാസീവ് ഹെയ്റ്റ്, മാസീവ് ട്രോളുകൾ, എസ്പെഷ്യലി ഫ്രം ദിസ് ഓസ്ട്രേലിയൻ മീഡിയ കോഹ്ലിനെ വറുത്തരച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ക്ലൗൺ കോഹ്ലി, കിങ് കോങ്, ഭയങ്കര ബാഡായിട്ടാണ് വിരാട് കോഹ്ലിനെ അവർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ന്യൂസ് പേപ്പറിൻ്റെ സ്പോർട്സ് പേജുകളിലൊക്കെ കോഹ്ലീൻ്റെ ഫോട്ടോ മറ്റേ ക്ലൗണിൻ്റെ പോലെ ഇത് വെച്ചിട്ടും നിപ്പിള് വായിൽ കുട്ടികളെ പോലെ വെച്ചിട്ടൊക്കെ ഇറക്കിയിട്ട് അവരൊരുമാതിരി ഭയങ്കര ഒരു പ്രതികാരം തീർക്കുന്ന പോലുള്ള ഒരു തരം പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ അഗ്രസീവ്നെസ് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ടീമിനകത്തുള്ള ടീമുകാർ ബാക്കി ടീമിനോട് കാണിക്കുന്നതും, ഇല്ലെങ്കിൽ അവരൊരു കളീൻ്റെ മുമ്പ് ഒരു പ്രസ് മീറ്റിലൊക്കെ ചിലപ്പോൾ പ്രൊവോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്ത് കളി നടക്കുമ്പോൾ വളരെ അഗ്രസീവായിട്ട് സ്ലഡ്ജ് ചെയ്ത് ബാക്കി ഓപ്പോണൻസിനെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷെ മീഡിയാസും കൂടി ഇറങ്ങി തിരിച്ച് ഈ രീതിയിലുള്ളൊരു ഹെയ്റ്റ് സ്പ്രെഡ് ഒരാൾക്കെതിരെ ഇത് റീസെൻ്റ്ലി ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ക്രിക്കറ്റിലൊന്നും ഇത്ര റീസെൻ്റ്ലി കുറേ ഹാപ്പനിങ്സ് നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം അഗ്രസീവ് ഫേസിൽ ഒരാളെയും ട്രോളി കണ്ടിട്ടില്ല. വിരാട് കോഹ്ലിയെ അവർ കിങ് കോഹ്ലിയെ അവർ ക്ലൗൺ കോഹ്ലി എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാരോട് വേറെ വർത്താനാണ് വരുന്നത്. കാരണം അഗ്രസീവ്നെസ് എന്താണെന്നും അഗ്രസീവ് ക്രിക്കറ്റ് എന്താണെന്നുള്ളൂ ലോകത്തിന് മുന്നിൽ ഫുള്ള് വെച്ച് വിളമ്പിയ ആൾക്കാരാണ് ഇവന്മാർ. ഓക്കെ, ഇപ്പോൾ ഒരു അഗ്രഷൻ്റെ വിരാട് കോഹ്ലി ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ആസ് എ ക്രിക്കറ്റർ, ആസ് എ സ്പോർട്സ് പേഴ്സൺ വിരാട് കോഹ്ലി ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരും ചെയ്യാൻ പാടില്ല. ഫിസിക്കലി വേറൊരു പ്ലെയറുടെ മേത്ത് കൈ വെക്കാനോ അല്ലെങ്കിൽ അയാളെ ഫിസിക്കലി പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് ഒരു തരത്തിലും അർഹതയില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനുള്ള ശിക്ഷ വിരാട് കോഹ്ലിക്ക് കിട്ടണം. പക്ഷേ അതാ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ സംഭവിച്ചു. ഓക്കെ, കിങ് ആണ്, ലെജൻഡാണ്, എല്ലാം ഫൈൻ. പക്ഷെ ഇത്രത്തോളം വേണോ എന്നുള്ളതാണ്. അത് നമ്മളവിടുത്തെ മീഡിയാസ് ആണെങ്കിലും നമ്മളവിടുത്തെ സോഷ്യൽ മീഡിയ പേജുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, വിരാട് കോഹ്ലി ഒരു പരിധി വരെ ഹെയ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഹെയ്റ്റ് ചെയ്യുന്നവരൊക്കെ മാസീവ് ട്രോൾസാണ് നടക്കുന്നത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാം കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡെബ്യൂട്ടനാണ്. ഈ മാച്ച് അവർ മെൽബൺ നടക്കുന്ന ടെസ്റ്റിലാണ് ഈ പയ്യൻ ഡെബ്യൂ ചെയ്തത്. അപ്പോൾ ഡെബ്യൂ ചെയ്ത സമയത്ത് തന്നെ 60 റൺ അടിച്ചിട്ടുണ്ട് ഈ പയ്യൻ. ആ ഒരു 2 സിക്സ് വേറെ ലെവൽ സാധനമായിരുന്നു. ബുംറേനെ അടിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ മാച്ച് കണ്ടവർക്ക് അറിയാം, ഇന്നലെ ഇന്നുമായിട്ട്. അപ്പോൾ സാം കോൺസ്റ്റൻസ് ഒരു എന്താ പറയുക, അഗ്രസീവായിട്ടാണ് കളിച്ചത്. ഒരു വൺ ഡേ കളിക്കുന്ന പോലെ തന്നെയാണ് ആ പയ്യൻ ടെസ്റ്റ് കളിച്ചിട്ടുള്ളത്. ഓൾറെഡി ഓസ്ട്രേലിയ ഡോമിനേറ്റ് ചെയ്യാണ് ഇന്ത്യൻ്റെ മുകളിൽ. ഓക്കെ, 474 റൺ അടിച്ചു. ഇന്ത്യ 164-ന് 5-മാണ്. നമ്മുടെ ക്രിക്കറ്റേഴ്സ് കുറച്ച് എന്താ പറയുക, സോഫ്റ്റ് ഫേസിലാണ് അധികം ആളുകൾ. ഓക്കെ, അങ്ങനെ അത്ര അഗ്രസീവ് ഫേസ് കാണിച്ച് നമ്മളതിൽ കുറച്ച് ആളുകളിലൂടെ അങ്ങനെയുള്ളത്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അഗ്രസീവ് ഫേസ് കണ്ടിട്ടുള്ളത് വിരാട് കോഹ്ലി ആയിരിക്കും. ബിക്കോസ് വിരാട് അങ്ങനെയാണ്. ഗൗതം ഗംഭീർ, വിരാട് ഇവരൊക്കെ അങ്ങോട്ട് പോവും. അവർക്ക് ആ മൊമെൻറ്റിൽ തന്നെ അവർ ചൂടായിട്ട് പോവും. എന്തെങ്കിലുമൊക്കെ ഓപ്പണൻസ് പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കളിക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലിൻ്റെ ആ ഒരു ഫേസ് നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ഇവിടെ നടന്ന ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. ഇന്ന് കളി കാണാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ ന്യൂസ് പ്ലേ ചെയ്യുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ക്ലിപ്പ് ഞാൻ വെച്ച സമയത്ത് അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിടേ വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ആ കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അമ്പട, ഇത് നല്ല കഥ. ആദ്യം പോയി കളിച്ച് കാണിക്കും, എന്നിട്ടാവാം അഗ്രഷൻ. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും സീനിയർ താരവുമായ വിരാട് കോഹ്ലിയോട് സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ യുവതാരം സാം കോൺസ്റ്റാസുമായി ഉടക്കിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ കോഹ്ലിക്ക് നേരെ തിരിഞ്ഞത്. സംഭവം ഇങ്ങനെയാണ്. 19-കാരനായ സാം കോൺസ്റ്റാസ് ആത്മവിശ്വാസത്തോടെ കളിക്കുമ്പോഴാണ് കോഹ്ലി വന്ന് ശ്രദ്ധ തിരിക്കുന്നത്. മത്സരത്തിൽ 65 പന്തിൽ 60 റൺസാണ് കോൺസ്റ്റാസ് നേടിയത്. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ താരം 2 സിക്സും 6 ഫോറും നേടിയിരുന്നു. ഈ 2 സിക്സുകളും നേടിയതോ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ. ഇതിനിടെയാണ് കോഹ്ലി വന്ന് കോൺസ്റ്റാസുമായി കോർക്കുന്നത്. ഒരു ഓവർ തീർന്ന് ഇരുവരും നടന്നു പോകുന്നതിനിടെ കോഹ്ലി അങ്ങോട്ട് പോയി താരത്തിന്റെ തോളിൽ ഇടിക്കുകയായിരുന്നു. പ്രചരിക്കുന്ന വീഡിയോയ്ക്കൊപ്പം വലിയ പരിഹാസവും ട്രോളുകളുമാണ് കോഹ്ലിക്കെതിരെ വരുന്നത്. കോഹ്ലി അനാവശ്യമായി വെറുപ്പുണ്ടാക്കുകയാണെന്നാണ്
സോഷ്യൽ മീഡിയ പറയുന്നത്. 19കാരനായ പയ്യനോട് കയർക്കാൻ മാത്രം എന്തിരിക്കുന്നുവെന്നും ക്രിക്കറ്റ് ലോകം ചോദിക്കുന്നുണ്ട്. ബുംറയുടെ ഒരു ഓവറിൽ മാത്രം 18 റൺസാണ് താരം അടിച്ചെടുത്തത്. ആ ഓവറിൽ ഒരു 6ഉം 2 4ഉം 2 ഡബിളും നേടി. പിന്നീട് മറ്റൊരു 6 കൂടി കോൺസ്റ്റാസ് നേടി. ബുംറയ്ക്കെതിരെ ഒരു ഇന്നിംഗ്സിൽ 2 6കൾ നേടുന്ന ആദ്യ താരവും കോൺസ്റ്റാസ് തന്നെ. എന്നാൽ ട്രോള് കൊണ്ടും തീരുന്നില്ല. ICCയും വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. അനാവശ്യമായി ശരീരത്തിൽ ഇടിച്ചതിന് പിഴ ചുമത്തിയിരിക്കുകയാണ് ICC. മാച്ച് ഫീസിന്റെ 20% കോഹ്ലി പിഴയടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിരാട് കോഹ്ലിക്ക് ICC ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെയ്തത് വെറും മോശം പരിപാടിയാണ് വിരാട് കോഹ്ലി ചെയ്തത്. അതിനെ ന്യായീകരിക്കാൻ വന്നതല്ല ഞാൻ. ആ ചെയ്തത് വെറും തെമ്മാടിത്തരമാണ്, തെറ്റാണ്. ഒരു ലെജൻഡ് ക്രിക്കറ്റർ, ഇത്രയും എക്സ്പീരിയൻസ്ഡുള്ള ആൾ എത്ര പ്രൊവോക്ഡ് ആയാലും പോയിട്ട് ഇങ്ങനെ തട്ടുന്നത് ന്യായീകരിക്കാനും പറ്റില്ല, ഇനി അത് ചെയ്യാനും പാടില്ല. ഓക്കെ, പക്ഷേ റിക്കി പോണ്ടിങ്ങിനെ പോലെയുള്ളവർ വന്നിരുന്ന് പിഴ മാത്രം പോരാ, ഇയാളെ വിലക്കണം, ഇയാളെ ബാൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഹിറ്റ്ലർ വന്ന് നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്ന പോലെ ഉണ്ട്. അതാണ് അവസ്ഥ. ഇയാളൊക്കെ എത്ര ലെവൽ അഗ്രഷൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ക്രിക്കറ്റ് കാണാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. ഹർഭജൻ സിംഗിനെതിരെ ഇയാൾ പണ്ട് ഷോൾഡർ പുഷ് ചെയ്ത സമയത്ത് ഹർഭജൻ ഇയാൾ ഔട്ടാക്കിയിട്ട് ഇങ്ങനെ ബാക്ക് ടു ഡഗ് ഔട്ട് എന്ന് കാണിച്ചപ്പോൾ ഈ ചെങ്ങായി അന്ന് ചാടി കുത്തുക ചെയ്തത്, ദേഷ്യം വന്നിട്ട് കാണിച്ച റിക്കി പോണ്ടിങ് ആണ് ഇപ്പോൾ വിരാട് കോഹ്ലിയെ ബാൻ ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പൊളിയുന്നത്. ഓക്കെ, അവരെ നാട്ടിലുള്ള ആളുകൾ അവരെ ക്രിക്കറ്ററിനെ സപ്പോർട്ട് ചെയ്യും, ദാറ്റ്സ് ഫൈൻ. വിരാട് കോഹ്ലി ചെയ്തത് ഇത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഓക്കെ, പക്ഷേ ഈ റിക്കി പോണ്ടിങ്ങിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എക്സ് ക്രിക്കറ്റേഴ്സ് കുറേ പേര് വന്നിരുന്നിട്ട് ഇത്ര അഗ്രഷൻ വേണോ, വിരാട് കോഹ്ലിക്ക് അഗ്രഷൻ കുറച്ചുകൂടെ, വിരാട് കോഹ്ലി എന്തിനാ അഗ്രസീവ് ആവുന്നത്, ഇത്രയും ലെജൻഡ് അല്ലേ, കിങ് അല്ലേ, കളിയാക്കലാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ലിറ്ററലി. കാരണം അത് കേൾക്കുമ്പോഴാണ് പൊളിയണേ. ഇത് പറയുന്നത് ആരുടെയെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. ഈ പയ്യനോട് ഇത് കഴിഞ്ഞിട്ട് ന്യൂസുകാർ ചോദിച്ചു, ലൈക്ക് അവിടുത്തെ മീഡിയാസ് ചോദിച്ചു ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞത്, ആ ഒരു മൊമെൻറ്റിൽ അത് നടന്നു, ദാറ്റ്സ് ആൻ ഇമോഷണൽ സ്പേസ്, അവിടെ നിന്ന് നടന്നു, ക്രിക്കറ്റാണ്, ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, പിന്നെ അവിടുത്തെ ഫാൻസിനും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ദേഷ്യം വരാം, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഫാൻസിന്, ബിക്കോസ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഈ പയ്യൻ്റെ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റർ എന്ന് ചോദിക്കുമ്പോൾ വിരാട് കോഹ്ലിയെ പേരെടുത്തിട്ട് സാം കോൺസ്റ്റൻസ് പറയുന്നുണ്ട് പല സമയത്തും. വിരാട് കോഹ്ലി, അതായത് സ്റ്റീവ് സ്മിത്തിനെ പറയുമ്പോൾ സ്റ്റീവ് സ്മിത്ത് അല്ല, സ്റ്റീവ് സ്മിത്തിനേക്കാൾ ഇഷ്ടം വിരാട് കോഹ്ലിയാന്ന് പറയുന്നുണ്ട്. സോ വിരാട് കോഹ്ലിയെ ആസ് എൻ ഐഡൽ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ട് റോൾ മോഡലാക്കി ക്രിക്കറ്റിൽ വന്നൊരു പയ്യനാണ്. ഓക്കെ, അതൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടായിരിക്കണം മേ ബി കോഹ്ലിനെ അവർ ഇത്രത്തോളം എന്ത് ചെയ്യുന്നത്, ഹെയ്റ്റും ട്രോളും കൊടുക്കുന്നത്. ബട്ട് ഇതൊക്കെ ഒരു ലെവൽ വിടുമ്പോൾ ഇതെന്താ പറയുന്നത്, ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കും പേഴ്സണലി ചെയ്ത പരിപാടിയോട് ഒരു താല്പര്യവും ഇല്ല. തെമ്മാടിത്തരം എന്നേ പറയാനുള്ളൂ. കാരണം അത് ചെയ്യാൻ പാടില്ല. കാരണം ഫിസിക്കലി ഒരാളെ ചെയ്യാൻ പാടില്ല, ഓൺ ഫീൽഡ് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു സിറ്റുവേഷനായിട്ട് എടുത്തിട്ട് വിരാട് കോഹ്ലീൻ്റെ ഈ പറഞ്ഞ ഫോം ഔട്ട്, ഇപ്പം മറ്റേ കളിച്ചുകൂടെ, ആദ്യം മര്യാദയ്ക്ക് കളിക്ക്, എന്നിട്ട് അഗ്രഷൻ കാണിക്കുക എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ കാണുമ്പോഴല്ലോ, ആദ്യം കളിച്ച് കാണിക്കുന്നു, വിരാട് കോഹ്ലിയോട് കളിച്ച് കാണിക്കുന്നു. വിരാട് കോഹ്ലിക്ക് കളിച്ച് കാണിച്ചത്ര ആരെ കളിച്ച് കാണിച്ചിട്ടുള്ളൂ ഈ റീസെൻറ്റ് ക്രിക്കറ്റിൽ, ഈ റീസെൻറ്റ് ഇയേഴ്സിൽ ആരെ കളിച്ച് കാണിച്ചിട്ടുള്ളൂ? ആഫ്റ്റർ സച്ചിൻ, ഓക്കെ ധോനി അവിടെ ഉണ്ട്, ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് ധോനി വേറൊരു ലെവൽ ക്യാപ്റ്റൻ, അങ്ങനെ പോട്ടെ. ആഫ്റ്റർ സച്ചിൻ ഇയാൾ തന്നെയല്ലേ ഉണ്ടായിരുന്നത് കുറേ, ഇങ്ങനെ തന്നെയല്ല. വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാനല്ലേ സച്ചിൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ആര് സെഞ്ചുറി കാണാൻ, വേൾഡ് മൊത്തം ആര് സെഞ്ചുറി കാണാനാണ് കാത്തിരുന്നത്? വിരാട് കോഹ്ലി. നമ്പർ 10 ജേഴ്സി നമ്പർ 10 കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വികാരമായത് 7ഉം 18ഉമാണ് അല്ലേ? അതിലൊന്ന് 18ആണ്, VK 18. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ വിരാട് കോഹ്ലി കാണിച്ച തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിലും ഇവന്മാർ ഈ ഓസ്ട്രേലിയൻ മീഡിയാസും ഓസ്ട്രേലിയൻ എക്സ് ക്രിക്കറ്റേഴ്സും ഈ അഗ്രഷനെ കുറിച്ചിരുന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇത്ര അഗ്രസീവ് ആണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ പുച്ഛം മാത്രം തോന്നുന്നു ഇവന്മാരോട്. ഇത്രത്തോളം അഗ്രഷൻ കാണിച്ചവന്മാരും അഗ്രസീവ് ഫേസിലിരുന്നവന്മാരും ഇപ്പം എന്തോ വലിയ നന്മമരങ്ങളായിരുന്ന പോലെ സംസാരിക്കുന്നത്. അത് കാണുമ്പോഴാണ് പൊളിയുന്നത്. നമ്മളെ നാട്ടുകാർ വേറെ കുറേ ആൾക്കാർ
വിരാട് കോഹ്ലിനെ ട്രോളി പൊങ്കാലടിക്കാൻ വേറെ കുറേ എന്നാൽ കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നുന്നുള്ളൂ. കാരണം എന്താ പറയുക, അത്രയും ലെജൻഡ് ക്രിക്കറ്ററാണ്, അത്രയും അടിപൊളിയാണ്. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോവും. പിന്നെ ഈ 19 വയസ്സ് ഡെബ്യൂ ചെയ്യുന്നൊരു ക്രിക്കറ്ററിനെ ഇങ്ങനെ പോയി തട്ടാൻ പാടൂ. പ്രവോക്കിംഗ് ആണ്, സ്ലഡ്ജിങ് പ്രവോക്കിംഗ് ഒക്കെ ആണത്, മനസ്സിലായോ? അതങ്ങനെയാണത്. അത് ക്രിക്കറ്റ് കളിക്കുന്നവർക്കും ഫുട്ബോൾ കളിക്കുന്നവർക്കും അറിയാം. ഒരു സിറ്റുവേഷനിൽ നമ്മളെ ടീം ഡൗൺ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഹോപ്പ് കിട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് പ്രവോക്ക് ചെയ്ത് നോക്കുക എന്നുള്ള സ്ലഡ്ജിങ്ങിൻ്റെ വേറെ ആ സാധനം തന്നെ അല്ല, വേറെ ഒന്നും അല്ല അത്. ഓക്കെ, പക്ഷേ അത് വേണോ? 19 വയസ്സാണ് ഡെബ്യൂ. എന്ത് 19 വയസ്സാണ് ഡെബ്യൂ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 19 വയസ്സാണ് 100 അടുപ്പിച്ച് വിട്ടാൽ പോരെ തിരിച്ച്. 19 വയസ്സാണ് തിരിച്ച് അടിക്കാതിരുന്നിട്ടൊന്നുമില്ലല്ലോ, പുറഞ്ചടിച്ച്. പിന്നെ അതൊന്നും ഒരു ന്യായമല്ല. ഓസ്ട്രേലിയനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ എക്സ് ക്രിക്കറ്റേഴ്സ്, ഓസ്ട്രേലിയൻ മീഡിയ ഒക്കെ പറയുന്നത് 19-year-old ഡെബ്യൂട്ടൻറ്റ് എന്തോന്ന്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹർഭജൻ സിംഗും റിക്കി പോണ്ടിങ് തട്ടിയ സമയത്ത് 19 വയസ്സ് തന്നെ ഉള്ളൂ. ഡെബ്യൂട്ടൻ്റ് അല്ല, 19 വയസ്സേ ഉള്ളൂ. ചുമ്മാ വിരാട് കോഹ്ലിനെ ഇങ്ങനെ ക്ലൗണെന്നും അല്ലെങ്കിൽ ഇങ്ങനെ അയാളുടെ റീസെൻറ്റ് ഫോമൊക്കെ വെച്ചിട്ട് അയാളെ കമ്പയർ ചെയ്ത് പറയുന്നതും എനിക്കത് ഞാൻ പല വീഡിയോസിലായി പറഞ്ഞിട്ട് ഞാനൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫാൻ എന്ന് പറയുന്നത് എനിക്ക് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമിനോടാണ് താല്പര്യം. ഞാൻ ന്യൂസിലാൻഡ് ഫാനാണ്. ഓക്കെ, വിരാട് കോഹ്ലി ഫാനും അല്ല, ഞാൻ VK ഫാനും അല്ല, ഞാൻ രോഹിത് ശർമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഇത് കാണുമ്പോൾ ആസ് എൻ ഇന്ത്യൻ ഇവന്മാർ ഈ ഓസ്ട്രേലിയക്കാർ ഇരുന്നിട്ട് ഉണ്ടാക്കൽ പൊഴിഞ്ഞ വർത്താനം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ, എന്നിട്ട് അതിനിടയിൽ വിരാട് കോഹ്ലി ഔട്ടായി തിരിച്ചു പോകുമ്പോൾ അവിടെ കുറേ എണ്ണം ക്രൗഡിൽ ബൂ ബൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങേര് ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാഡ് പാച്ചിലാണ് കരിയറിൻ്റെ. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് അങ്ങേർക്കും പൊളിയില്ല. അങ്ങേരും തിരിച്ചെന്ന് എന്തോ ഡയലോഗ് അടിക്കാൻ പോക്കും സീനായിരുന്നു, അത് വേറെ. പിന്നെ നമ്മളെ ജയ്സ്വാൾ റണ്ണൗട്ടായത്, ഇങ്ങേരവിടെ ബ്രെയിൻ ഫ്രീസ് ആവൂടെ. എത്ര ലെജൻഡാന്ന് പറഞ്ഞാലും, എത്രത്തോളം ഈ പറഞ്ഞ എന്താ പറയുക മാസ്റ്റർ ക്രിക്കറ്റർ എന്ത് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും ഇട്ടോ, കിങ് എന്ത് പേര് വേണമെങ്കിലും ഇട്ടോ. പക്ഷേ എവറി മാച്ച് ഈസ് ഡിഫറെൻറ്റ്. ബോൾ ബൈ ബോൾ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ബ്രെയിൻ ഫീഡൊക്കെ ചിലപ്പോൾ വരാം. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിങ് കോഹ്ലിക്ക് ഒരു ക്ലൗൺ കോഹ്ലി എന്നൊക്കെ പേരിട്ടിട്ട് ഇവന്മാർ ഇങ്ങനെ ട്രോൾ എന്നുള്ളത്, ദാറ്റ്സ് സംതിങ് വെരി ബാഡ്. നമ്മളൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതികരിക്കുകയില്ല, ഒന്നും പറയാൻ പോണില്ല. അവർ എന്തായാലും അത് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായി പോയിട്ട്, നാട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇന്ന് എനിക്കൊന്ന് റെക്കോർഡ് അറ്റൻഡൻസ് ആയിരുന്നു സ്റ്റേഡിയത്തിൽ തോന്നുന്നത്. കളി എന്താണെങ്കിൽ വേറെ ലെവലിൽ പോകുന്നുണ്ട്. ഇന്ത്യ പിടിക്കുമായിരിക്കും. ബുംറ മാത്രമാണ് എറിഞ്ഞ് നോക്കുന്നത്, വേറെ ആരെക്കൊണ്ടും നടക്കണില്ല തോന്നുന്നുണ്ട്. ഒരു സാധനം എറിഞ്ഞിട്ടുണ്ടേ സ്മിത്തിനെ വെച്ചിട്ട്, ഇല്ലാതാക്കി കളഞ്ഞ സ്മിത്തിൻ്റെ ബുംറ. അമ്മാതിരി എറിയുന്ന കിണ്ണം കച്ച സാധനം. ബുംറേനെ പോലെ 3-4 ബോളേഴ്സ് കൂടി കാണുന്നത്. എക്സ്പീരിയൻസ് ആയി വരും പയ്യന്മാർക്ക്, എറിഞ്ഞാൽ ശീലമാവും. ബട്ട് വിരാട് കോഹ്ലി ഈസ് വിരാട് കോഹ്ലി മാൻ. ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് അയാളെ ക്ലൗണെന്നും ക്ലൂണെന്നൊക്കെ വിളിക്കുന്ന ഓസ്ട്രേലിയയിൽ റിക്കി പോണ്ടിങ്ങിനെ പോലുള്ളവന്മാരോട് പരമപുച്ഛവും, വേറൊന്നും പറയാനില്ല.